ആ റഹീമിനോട് ചോദിക്കി. അയാൾ പുറത്തു വരാൻ ഒരു സാധ്യതയും ഉണ്ടായിരുന്നില്ല. കേരളക്കാർ കോടികൾ പിരിച്ചപ്പോഴും അവസാനം പത്രക്കാർ എന്ത് പറഞ്ഞു? കോടികൾ ഒരു ഭാഗത്ത് കിടക്കും, റഹീം പുറത്തു വരാൻ സാധ്യത ഇല്ല എന്ന് പറഞ്ഞിട്ടുണ്ടോ? ഇവിടുത്തെ ചാനലുകാർ പറഞ്ഞിട്ടുണ്ടോ? ഉണ്ടോ? അല്ലേ? പറഞ്ഞിട്ടുണ്ട്. ഞാൻ അങ്ങനെ ചെയ്തിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നു, ഞാൻ അങ്ങനെ ചെയ്തിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നു എന്ന് നീ പറയരുത്. കാരണം അള്ളാഹു തഖ്ദീറാക്കിയതേ നടക്കൂ. നിന്നെ നിരീശ്വരവാദിയാക്കും. മനസ്സിലായില്ല? ഞാൻ അങ്ങനെ ചെയ്തതല്ലേ. എൻ്റെ അക്കാക്ക് ആ വിമാനത്തിൽ കയറിയതുകൊണ്ടല്ലേ വിമാനം വീണ് മരിച്ചേ. എന്നോട് എൻ്റെ മുന്നിൽ ഇരുന്ന് ഇന്ന് രാവിലെ റഹീം പറഞ്ഞു, എനിക്ക് അള്ളാഹുവിനെ അനുഭവമാണ്. ഇതായിരിക്കുന്നത്. ഈ റഹീം എന്നോട് ഇന്ന് രാവിലെ പറഞ്ഞു, എനിക്ക് അള്ളാഹുവിനെ അനുഭവമാണ്. ഞാൻ പഠിച്ചോനെ അനുഭവിച്ചിട്ടുണ്ട്. ഇതാ ഏത് കാര്യത്തിലും അകപ്പെട്ടാലും അള്ളാഹുവിനെ ഉറപ്പിക്കുക. അള്ളാഹുവിനെ രക്ഷപ്പെടുത്തും, രക്ഷപ്പെടുത്തിയിരിക്കും. റഹീമിനെ രക്ഷപ്പെടുത്തിയത് നിങ്ങളെ കോരക്കാരുടെ കോടികളല്ല, ആരുടെ തഖ്ദീറാണ്? അല്ലാഹ്. യാ സാഹിബൽ ഹമ്മി ഇന്നൽ ഹമ്മ മുൻഫരിജു അബ്ശിർ ബി ഖൈരിൻ ഫഇന്നൽ ഫാരിജ അല്ലാഹു അൽയസ്റു യഖ്തഉ യാനം ബിസ്വാഹിബിഹി لا تيأسن فإن الكافي الله يحدث بعد العسر ميسرة لا تجزعن فإن القاسم الله إذا بليت فثق بالله والله به إن الذي يكشف البلوى هو الله والله ما لك غير الله من أحد فحسبك الله في كل لك الله. നമ്മുടെ ഈ സദസ്സിൻ്റെ ഒരു പ്രത്യേകത, ഇന്ന് രാവിലെ എൻ്റെ റൂമിലേക്ക് കയറി വന്നു നമ്മുടെ റഹീം. ആ സഹോദരൻ 20 വർഷം ഞാൻ അയാളോട് ഇരുത്തി അദ്ദേഹം എൻ്റെ അടുത്ത് വന്നിരുന്ന് ആദ്യമായി റഹീമിനെ കാണാണ്. ക്ലാസ് കേൾക്കാൻ വേണ്ടി വന്നതാണ്. അപ്പം ഞാൻ റഹീമിനോട് ചോദിച്ചു, എവിടെയായിരുന്നു? ജയിലിൽ, റിയാദിൽ. ഇവിടെ ഉണ്ട്, ഈ സദസ്സിലുണ്ട് റഹീം. എത്ര കൊല്ലം കടന്നു? അപ്പോൾ പറഞ്ഞു, ചന്ദ്രമാസ കണക്കിൽ 20 വർഷം. 20 വർഷം നാട്ടിൽ നിന്ന് ഗൾഫിൽ പോയി. പുറത്തു നിന്നത് 1 മാസം. പുറത്തു നിന്നത് 1 മാസം. ജയിലിൽ കിടന്നത് 20 വർഷം. ഇവിടെ ഉണ്ട് റഹീം, ഇവിടെ ഉണ്ട്. ഈ സദസ്സിൽ റഹീം ഉണ്ട്. എന്താ പറഞ്ഞേ? ജോലിക്ക് പോയി, പുറത്തു നിന്നത് 1 മാസം. എന്നാൽ ജയിലിൽ കിടന്നത് 20 വർഷം. എന്തേ അങ്ങനെ? അങ്ങനെയാണ്. മുഖദ്ദിർ അല്ലാഹുവാണ്, അത് ഖൈറാണ്. فعسى أن تكرهوا شيئا ويجعل الله فيه خيرا كثيرا. എവിടെ ഉണ്ടായത്? സൈല് പറ. ഏതാ സൂറത്ത്? ഏതാ സൂറത്ത്? എനിവൺ, ആരെങ്കിലും പറയും. فعسى 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 أن تكرهوا شيئا ويجعل الله فيه خيرا كثيرا. നിസാൽ കറക്റ്റ്. നിസാൽ തുടക്കം. നിസാന്റെ തുടക്കത്തിലുണ്ടായത് തുടക്ക ഭാഗം. മനസ്സിലായോ? ഒരു കാര്യം ഏറെ വിഷമവും വെറുപ്പും ഉള്ളതായി നിങ്ങൾക്ക് അനുഭവപ്പെടാം. എന്നിട്ട് അള്ളാഹു സൃഷ്ടിച്ചു വെക്കുകയും ചെയ്യാം. നിങ്ങൾ ഉദ്ദേശ കാര്യത്തിൽ ഖൈറൻ കസീറ, ഖൈറുല്ല ഖൈറൻ കസീറ, ഖൈറൻ കസീറ. ഞാൻ ഇന്ന് റഹീമിനോട് പറഞ്ഞു, നീ ആയുസ് മുഴുവനും അൽഹംദുലില്ലാഹ് എന്ന് പറഞ്ഞാൽ മതിയാവൂല. കാരണം അള്ളാഹു നിനക്ക് അള്ളാഹിനെ തന്നെ തന്നു. അള്ളാഹു ഒഴിവാക്കാൻ സാധ്യത കുറവാണ്. അള്ളാഹിൻ്റെ ആളുകളിൽ നമ്മൾ ഈ അദ്ദേഹത്തെ ഉൾപ്പെടുത്തട്ടെ. എന്തുകൊണ്ട്? അയാൾ അള്ളാഹുവിനെ പഠിച്ചത് പുസ്തകത്തിൽ നിന്നല്ല. മൗലിയർ അള്ളാഹിനെ പഠിച്ചത് പുസ്തകത്തിൽ നിന്ന്. പുസ്തകം തെറ്റും, പുസ്തകത്തിൽ വിശ്വാസം നഷ്ടപ്പെടും. ബഗ്ദാദ് പോയി കിതാബ് പഠിച്ച് തിരിച്ചു വരികയായിരുന്നു ഇമാം ഗസാലി. അപ്പോൾ കള്ളന്മാർ പിടിച്ചിട്ട് എന്ത് ചെയ്തു? കിതാബിൻ്റെ കെട്ട്
മുഴുവനും കഴുതപ്പുറത്തുണ്ട്, അത് മുഴുവനും കള്ളന്മാർ പിടിച്ചിട്ട് ചുട്ടു. അപ്പോൾ ഗസാലിക്ക് മനസ്സിലായി കിതാബിൽ എഴുതിയിട്ട് കാര്യമല്ല. അന്ന് മുതൽ ഗസാലി മനപ്പാടമാക്കി. അങ്ങനെ പിറന്നതാണ് അബൂ ഹാമിദ്. പിന്നെ ഒന്നും കിതാബിൽ എഴുതിയിട്ടില്ല. ഓക്കെ, പിന്നെ ആ മനുഷ്യൻ സ്വന്തം മനസ്സിൽ എഴുതി. അതിന്ന് മനുഷ്യന് വേദം പോലെയാണ്. അങ്ങനെ ഒരു രചന 1000 കൊല്ലത്തിനിടയിൽ മുസ്ലിം ലോകത്തുണ്ടായി എന്നൊരാൾ പറഞ്ഞാൽ ഞാൻ വിശ്വസിക്കൂല. ഇമാം ഗസാലിയെ പോലത്തെ ഒരു ആൺകുട്ടി പിന്നെ മുസ്ലിം ലോകത്ത് ഉണ്ടായിട്ടില്ല. നിങ്ങൾ എന്ത് പറഞ്ഞാലും ഉണ്ടായിട്ടില്ല. അദ്ദേഹം കിതാബ് കള്ളന്മാർ ചുട്ടു. മനസ്സിലായില്ലേ? ചിന്തി. കിതാബിൽ പിഴക്കും, അല്ലെങ്കിൽ കിതാബ് നഷ്ടപ്പെടും. അതേസമയത്ത് അനുഭവം അത് നഷ്ടപ്പെടില്ല. കിതാബ് പഠിച്ചവനെ അള്ളാഹനെ നഷ്ടപ്പെടും ചിലപ്പോൾ. അങ്ങനൊരു അരവരിയുണ്ട്. هذا الذي ترك الأوهام حيرة وصير العالم النهرير زنديقا. ചിലപ്പോൾ പ്രകൃതിയുടെ വളയന്റെ മുന്നിൽ പണ്ഡിതൻ പകച്ചു നിൽക്കും. വസയ്യർ അൽ ആലിമൻ നഹരീർ, നിപുണനായ പണ്ഡിതൻ പിന്നീട് നിരീശ്വരവാദിയാവും. കാരണം അനുഭവങ്ങൾക്ക് മുന്നിൽ അയാൾ പകച്ചു നിൽക്കും. അയാൾക്ക് സത്യത്തിൽ അനുഭവത്തിൻ്റെ തീച്ചൂള അനുഭവിക്കാൻ കഴിഞ്ഞിട്ടുണ്ടാവില്ല. അനുഭവമാണ് പാഠം. ഞാൻ മാതൃഭൂമി ബുക്ക് സ്റ്റാളിലൂടെ നടക്കുകയാണ് 2 കൊല്ലം മുമ്പ്. കോഴിക്കോട്ട് എന്താ പറയുക, സ്റ്റേഡിയത്തിന് പുറത്തുള്ള പള്ളീൻ്റെ പുറത്തുള്ള മാതൃഭൂമി ബുക്ക് സ്റ്റാൾ. എപ്പോഴെങ്കിലും ഞാൻ അവിടെ പോകും. കാരണം എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടൊരു പ്രസാധക സംഘമാണ് മാതൃഭൂമി. എന്നെ തറവാട്ടുകാരുമാണ്. ഒരുപാട് കാരണങ്ങളുണ്ട്. ഞാൻ ഏറ്റവും ഇഷ്ടപ്പെട്ട NV കൃഷ്ണനെ വാര്യരെ പോലത്തെ ആളുകൾ, പിന്നെ MP വീരേന്ദ്രകുമാർ എന്നോട് വളരെ ഇഷ്ടം കാണിച്ച ഒരാളും ഞാൻ വളരെ ഇഷ്ടം കാണിച്ച ഒരാളുമാണ് ബഹുമാനപ്പെട്ട MP വീരേന്ദ്രകുമാർ. എന്തിന് വിളിച്ചാലും വരും. ഞാൻ എൻ്റെ ജീവിതത്തിൽ ഒരുപാട് തവണ വീരേന്ദ്രകുമാരെ പല കാര്യത്തിനും വിളിച്ചിട്ടുണ്ട്. അതിനൊക്കെ അദ്ദേഹം വന്നിട്ടുണ്ട്. അപ്പോൾ അവരൊക്കെ കൈകാര്യം ചെയ്തൊരു പത്രം എന്ന നിലയിലും സാഹിത്യ തറവാട്ടിൻ്റെ കാരണ സമൂഹം, കാരണവന്മാർ എന്ന നിലയിലും മാതൃഭൂമിയോട് എനിക്കൊരു ഇഷ്ടം. അങ്ങനെ നടക്കുന്നതിനിടയിൽ ഒരു പുസ്തകം കണ്ടു. ആ പുസ്തകം ഒരു സിനിമാക്കാരൻ്റെ പുസ്തകം. അപ്പം ആരെ പ്രസിദ്ധീകരിച്ചെന്ന് നോക്കി മാതൃഭൂമി. അപ്പം എനിക്ക് അല്പം തോന്നി, ഇയാൾ 8ാം ക്ലാസ് തോറ്റ ആളാണ് എന്നെനിക്കറിയാം. 8ാം ക്ലാസ് തോറ്റ ഒരാളുടെ പുസ്തകം എന്തിനാ മാതൃഭൂമി സ്ഥിരീകരിച്ചത്? മാതൃഭൂമി എന്ന് പറഞ്ഞാൽ സാഹിത്യ തറവാട്ടിലെ കാരണവന്മാരല്ലേ. അങ്ങനെ ആകുമ്പോൾ എന്തോ ഉണ്ടാവും എന്ന് വിചാരിച്ച ആ പുസ്തകം ഞാൻ വാങ്ങി. ഒരു സിനിമാക്കാരൻ്റെ ആത്മകഥ ഞാൻ വാങ്ങി. പിന്നെയാണ് ഞാൻ പുസ്തകം വായിച്ചു. ആ പുസ്തകം വായിച്ചപ്പോൾ എൻ്റെ കണ്ണ് തള്ളിപ്പോയി. എന്തുകൊണ്ട്? ഇയാൾ 8ാം ക്ലാസ്സിൽ തോറ്റ ആളാണെങ്കിലും അനുഭവങ്ങൾ നിറച്ചിട്ടുണ്ട് പുസ്തകം. ദൈവം 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 എന്ന് പറയാത്തൊരു ഏരിയയില്ല. അയാൾ അച്ഛൻ കമ്മ്യൂണിസ്റ്റുകാരനായിരുന്നു, അയാൾക്കും ദൈവം ഉണ്ടായിരുന്നു. കാരണം മനുഷ്യൻ അനുഭവമില്ലാത്തത് കൊണ്ടാണ് മനുഷ്യൻ ദൈവത്തിൽ നകന്നത്. മനുഷ്യന് അനുഭവമുണ്ടെങ്കിൽ അവൻ ദൈവത്തിൻ്റെ പുസ്തകം ഒരിക്കലും നിന്നെ ദൈവത്തിൻ്റെ ആളാക്കൂല. നിന്നെ ദൈവത്തിൻ്റെ ആളാക്കണമെങ്കിൽ നിനക്ക് എന്ത് വേണം? അനുഭവം വേണം. ബഷീറാണ് നമ്മുടെ തറവാട്ടിലെ കാരണവരായ സാഹിത്യകാരൻ. എന്തുകൊണ്ട്? ബഷീർ അനുഭവിയാണ്. ബഷീറിനെ പോലെ അനുഭവമുള്ള ഒരാൾ മലയാളത്തിലുണ്ടായിട്ടില്ല. അതുകൊണ്ടാണ് ബഷീറിനോളം ഒരാൾ വരൂല. ഞാനിവിടെ റഹീമുണ്ട്. റഹീമിൻ്റെ അള്ളയും നമ്മളെ അള്ളയും രണ്ടാണ്. നമ്മളല്ലയോ വയലിൽ കിട്ടിയ അള്ളേ, റഹീമിൻ്റെ അള്ളയോ അനുഭവം. എൻ്റെ ഉമ്മാക്ക് വയലിൽ വെക്കേണ്ട ആവശ്യമില്ല. കാരണം അനുഭവമുണ്ട്. നമുക്ക് വയലിട്ടൊരു കാര്യമല്ല. എന്തുകൊണ്ട്? അനുഭവമില്ല. നമുക്ക് വയലിട്ടൊരു കാര്യമില്ല. എൻ്റെ ഉമ്മാക്കോ വയലിലേക്കാൻ പോകാനൊന്നും ബാപ്പ വയ്ക്കൂല, വയലൊന്നും കേൾക്കൂല. ഈ ദുനിയാവിൽ ഏറ്റവും കുറച്ച് വയൽ കേട്ട ഒരു ഉമ്മൻ്റെ ഉമ്മയിരിക്കും. പോകില്ല, പോകാൻ ബാപ്പ അമ്മയ്ക്കൂല. പക്ഷേ ഞാൻ മനസ്സിലാക്കിയെടുത്തോളം ഈ ദുനിയാവിലെ ഏറ്റവും അള്ളാഹുവിനെ വിശ്വാസമല്ല ഞാൻ കണ്ട ഒരാൾ എൻ്റെ അമ്മയാണ്. കാരണം അനുഭവം എന്തുണ്ടെങ്കിൽ മാറും. പടച്ച മിച്ചമാരി വരും ഉണ്ടാക്കുക. ഞാൻ കാസിമിയായി ബിരുദം വാങ്ങി വന്നതിന് ശേഷവും ചിലപ്പോൾ ഞാൻ കുടുംബത്തിലെ ചില കാര്യത്തിൻ്റെ മേൽ ഉമ്മാനോട് കയർത്ത് സംസാരിച്ചിട്ടുണ്ട്. എന്താ അങ്ങനെയൊക്കെ? ഒരു വട്ടം 2 വട്ടം ഉമ്മ കേട്ടേക്കും. 3ാമത്തെ വട്ടം പറഞ്ഞ ഉണ്ടായിരിക്കും. അതൊക്കെ അന്നെന്താ തീരുമാനിച്ച് അതാണ് നടക്കും. ഉണ്ടാക്കും. നമ്മൾ കിതാബൊക്കെ കലക്കി കുടിച്ചിട്ടും ഈ വിശ്വാസം ഉണ്ടായില്ല.
ഉമ്മാക്ക് ഒരു കിതാബ് അറിയില്ല. ഉമ്മാക്ക് ആരറിയും? അള്ളാഹ്നറിയും. നമുക്ക് കിതാബ് അറിയും, ആരറിയില്ല? പറയടാ, അള്ളാഹ്നറിയില്ല, ഉമ്മാക്ക് കിതാബ് അറിയില്ല. പറയേ, അള്ളാഹ്നറിയും, നമുക്ക് കിതാബ് അറിയും, അള്ളാഹ്നറിയില്ല. ചിന്തിക്ക് 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 ചിന്തിക്ക്. പേടിക്കണ്ട. നീ അകപ്പെട്ടിട്ടില്ല, നീ ഒരിക്കലും അകപ്പെട്ടില്ല. യാ സാഹിബൽ ഹമ്മി ഇന്നൽ ഹമ്മ മുൻഫരിജു അബ്ശിർ ബിഖൈരിൻ ഫഇന്നൽ ഫാരിജ അല്ലാഹു അൽയസ്റു യഖ്തഉ അഹ്യാനൻ ബിസ്വാഹിബിഹി لا تيأسن فإن الكافي الله يحدث بعد العسر ميسرة لا تجزعن فإن القاسم الله إذا بليت فثق بالله والله إن الذي يكشف البلوى هو الله والله ما لك غير الله من أحد فحسبك الله في كل لك الله. അതിമധുരമായ ഒരു കവിതയാണ്. യാ സാഹിബൽ ഹമ്മി, പ്രയാസപ്പെട്ട് നടക്കുന്നവനെ പ്രയാസപ്പെടേണ്ട. ഇന്നൽ ഹമ്മ മുൻഫരിജുൻ, ഏത് പ്രയാസവും അടുത്ത് നീങ്ങിപ്പോകും. എന്തുകൊണ്ട്? അബ്ശിർ 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 ബിഖൈരിൻ ഫഇന്നൽ ഫാരിജ അല്ലാഹു. നിങ്ങൾ ആ റഹീമിനോട് ചോദിക്കുക. അയാൾ പുറത്തു വരാൻ ഒരു സാധ്യതയും ഉണ്ടായിരുന്നില്ല. കേരളക്കാർ കോടികൾ പിരിച്ചപ്പോഴും അവസാനം പത്രക്കാർ എന്ത് പറഞ്ഞു? കോടികൾ ഒരു ഭാഗത്ത് കിടക്കും, റഹീം പുറത്തു വരാൻ സാധ്യത ഇല്ല എന്ന് പറഞ്ഞിട്ടുണ്ടോ? ഇവിടുത്തെ ചാനലുകാർ പറഞ്ഞോട്ടുണ്ടോ? ഉണ്ടോ? അല്ലേ? പറഞ്ഞിട്ടുണ്ട്. 3 കൊല്ലം മുമ്പ് ഒരാൾ കാബയിലേക്ക് നടന്നുപോയി. കേരളക്കാർ മുഴുവനും ചാനലൊക്കെ പറഞ്ഞു അയാൾ മക്കത്ത് എത്തൂല. പക്ഷേ എത്തി. കാരണം മുഖദ്ദിർ അല്ലാഹുവാണ്. ഈ പേടിക്കണ്ട, മുഖദ്ദിർ അല്ലാഹുവാണ്. യാ സാഹിബൽ ഹമ്മ എന്ന് പറഞ്ഞാൽ ടെൻഷൻ. ഇപ്പൊ ടെൻഷൻ അടിക്കണ്ടോ? എന്തിനാ ടെൻഷൻ അടിച്ചത്? എന്തിനാ കാര്യം? ടെൻഷൻ അടിച്ച് പായെന്ന് പറഞ്ഞാൽ അത് കോമു ബസ് കയറിയിട്ട് പാഞ്ഞതുപോലെയാണ്. മരുമോളെ വീട്ടിൽ സൽക്കാരത്തിന് കോമുവിനെ വിളിച്ചു. അപ്പോൾ കോമു ബസ് സ്റ്റാൻഡിൽ നിന്നിട്ട് ബസ് സ്റ്റോപ്പിൽ നിന്നിട്ട് നേരം വൈകിട്ട് ആ ബസ് വന്നത്. അപ്പോൾ ബസ് വന്നിട്ട് ബാക്കിലെ വാതിലിലൂടെ ആര് കയറി? കോമ കയറിയിട്ട് മുന്നിക്ക് പാഞ്ഞു. കാരണം വേഗം എത്തണം. മനസ്സിലായില്ലേ? ടെൻഷൻ അടിച്ചാണ് കേൾക്കുന്നതാണ്. കോമു പാഞ്ഞതാ. കോമു ബാക്ക് ഡോറിനാണ് കയറിയത്. എന്നിട്ട് എന്ത് ചെയ്തു? വേഗം എത്തട്ടെ എന്ന് വിചാരിച്ചിട്ട് ബസ് കോമു എന്ത് ചെയ്തു? പാഞ്ഞു. മുന്നിലെ ഗ്ലാസ് പൊളിക്കാത്ത വാക്യം, ഗ്ലാസ് വരെ കോമു പാഞ്ഞു. എന്തുകൊണ്ട്? ഈ പ്രശ്നം വേഗം തീരണം, വേഗം എത്തണം സൽക്കാരത്തിന്. അല്ലാഹു തിരുമ്യ യാ സാഹിബൽ ഹമ്മി ഇന്നൽ ഹമ്മ മുൻഫരിജുൻ അബ്ശിർ ബിഖൈരിൻ ഫഇന്നൽ ഫാരിജ അല്ലാഹു അൽയസ്ഉ യഖ്തഉ അഹ്യാനൻ ബിസ്വാഹിബി. നിരാശ നിന്നെ തന്നെ കൊന്നു തരും. ഒരിക്കലും നിരാശപ്പെടാൻ പാടില്ല. നിരാശപ്പെടരുത്. എനിക്ക് റബ്ബുണ്ടല്ലോ, എന്തിനു പേടിക്കണം? اليسوع يقطع أحيانا بصاحبه لا تيأسن فإن الكافي الله. നിനക്ക് അല്ലാഹു മതി. അല്ലാഹു പോരെ പറ. അല്ലാഹു പോരെ നിനക്കടാ വയറൊന്ന് കിട്ടിയതാ, റഹീമിൻ്റെ അനുഭവത്തിൽ കിട്ടിയതാ. എന്നോട് പറഞ്ഞു, എന്നോട് എൻ്റെ മുന്നിൽ ഇരുന്ന് ഇന്ന് രാവിലെ റഹീം പറഞ്ഞു, എനിക്ക് അല്ലാഹുവിനെ അനുഭവമാണ്. ഇതായിരിക്കണം. ഈ റഹീം എന്നോട് ഇന്ന് രാവിലെ പറഞ്ഞു, എനിക്ക് അല്ലാഹുവിനെ അനുഭവമാണ്. ഞാൻ പഠിച്ചോനെ അനുഭവിച്ചിട്ടുണ്ട്. അയാൾക്ക് ഇനി പേക്കൂല. അല്ലാഹു പേക്കുന്നതിനത്തോടെ നമ്മളെ കാത്തിരക്ഷിക്കട്ടെ. ചിന്തിക്ക്. ഞെരുക്കത്തിന് ശേഷം എളുപ്പമുണ്ടാക്കി തരുന്നവനും. لا تجزعن فإن القاسم الله إذا بليت فثق بالله والربي إن الذي يكشف البلوى هو الله.
ഇദാ ബുലീത ഫസിഖ് ബില്ലാ, നിനക്കൊരു പരീക്ഷണം വന്നാൽ ഫസിഖ് ബില്ലാ, നീ ആരെ കൊണ്ട് ഉറപ്പിക്കണം? അല്ലാഹ്. മാണിക്കക്കല്ല് പിഴിഞ്ഞ മീൻ വിറ്റ ഒരാളെ കഥ പണ്ട് ഞങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. ഒരാൾ വൈകുന്നേരം വരെ മീൻ വേട്ട നടത്തിയിട്ടും അയാൾക്കൊരു മീനാ കിട്ടിയത്. എന്നിട്ട് അയാൾ പാതിരാത്രി വരെയും അത് അങ്ങാടിയിൽ വെച്ചിരുന്നു. ആരെയും കൊണ്ടുപോയി ആരും കൊണ്ടുപോയില്ല. അവസാനം കട അടച്ചു പോയ ഒരാൾ പറഞ്ഞു, പകുതി ഇളക്കാണ് ഞാൻ അടുത്തോളാം. എന്നാ പകുതി വരെയും വാങ്ങി അടക്കാത്ത കടയിൽ നിന്ന് കുറച്ച് അരിയും സാമാനം വാങ്ങി അയാൾ പരിക്ക് പോയി. കാരണം കുട്ടികൾക്ക് അരി വെച്ച് കൊടുക്കണമല്ലോ. ഇയാൾ കച്ചവടക്കാരൻ, ഇയാൾ ആ മീനും കൊണ്ടുപോയി. അയാൾ പിറ്റേന്ന് രാവിലെ മീൻ മുറിച്ചപ്പോൾ മാണിക്കക്കല്ല് വിഴിഞ്ഞ മീന. അയാൾ മാർക്കറ്റിൽ കൊണ്ടുപോയി കൊടുത്തു നോക്കുമ്പോൾ കോടിക്കണക്കായ സ്വർണ്ണ നാണയങ്ങൾ കിട്ടി ഈ മാണിക്കക്കല്ലിന്. ഇവരെ നാട്ടിൽ പാട്ടായപ്പോൾ തലേന്ന് മീൻ പിടിച്ച ആൾക്ക് പിരാന്തായി. പിരാന്താവുമല്ലോ. കാരണം വൈകുന്നേരം വരെ ഇയാൾക്ക് കിട്ടിയത് ഈ ഒരു മീന. പിന്നെ പാതിരാത്രി വരെ വിറ്റിട്ട് ആരും വാങ്ങിയില്ല. ഇരിക്കന്നെ കൊണ്ടുവരാൻ മതിയായിരുന്നു. ലൗ എന്ന വാക്ക് നീ പറയരുതെന്ന് മുഹമ്മദ് മുസ്തഫ. LOV അല്ല, അലവ് അല്ല, ഇത് വേറെ ലൗ എന്ന വാക്ക് നീ പറയരുത്. ലൗ നിന്നെ നിരീശ്വരവാദിയാക്കും. ലൗ അന്നി ഫഅൽതു കദാ വകദാ, ഞാൻ അങ്ങനെ ചെയ്തിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നു. ലൗ അന്നി ഫഅൽതു കദാ വകദാ, ഞാൻ അങ്ങനെ ചെയ്തിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നു എന്ന് നീ പറയരുത്. കാരണം അള്ളാഹു തഖ്ദീറാക്കിയതേ നടക്കൂ. ലൗ നിന്നെ നിരീശ്വരവാദിയാക്കും. മനസ്സിലായില്ല? ഞാൻ അങ്ങനെ ചെയ്തതല്ലേ. എൻ്റെ കാക്ക ആ വിമാനത്തിൽ കയറിയതുകൊണ്ടല്ലേ വിമാനം വീണിട്ട് മരിച്ചേ. ഞാൻ തന്നെ കാക്കാനോട് പറഞ്ഞു, നമുക്ക് പിറ്റേന്നത്തെ ഫ്ലൈറ്റിന് പോയപ്പോൾ കാക്ക അന്ന് എൻ്റെ കയ്യൻ പിടിച്ചാൽ മതി. ലൗ പറയാൻ ലൗ. മനസ്സിലാവുണ്ട് പറയാൻ. പല പെൺകുട്ടികളെ കണ്ടിട്ട് എനിക്കൊന്നും പറ്റിയില്ല. അവസാനം ഇതെങ്കിൽ ഇതെന്ന് വിചാരിച്ചത് അവസാനം കണ്ടതിനാണ് പാറ്റാണ്ട് ഉറപ്പിച്ചു. അതിൻ്റെ തലേന്ന് എനിക്ക് ടിക്കറ്റ് ഉണ്ടായത്. ആ ടിക്കറ്റ് പിറ്റേത്തേക്ക് നീട്ടിയതാണ്. അത് തലേന്ന് തന്നെ പോയിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നു. ഈ ജാതി ഒന്നും എൻ്റെ തല കൊടുങ്ങൂലല്ലോ. മനസ്സിലായി? ലൗ ഒക്കെ ലവാ. ഒരിക്കലും ലൗ എന്ന് പറയാൻ പാടില്ല. ഒരു പേടി മരിക്കണ്ട, ഒന്നും പറയരുത്. ഇതാ ബുലീത ഫസിഖ് ബില്ലാ, ഇതാ ബുലീത ഫസിഖ് ബില്ലാ. നീ ഒരു പരീക്ഷണം നേരിട്ടാൽ അള്ളാഹുവിൽ ഉറപ്പിക്കണം. അങ്ങനെ പരീക്ഷണം നേരിടും. ചിലപ്പോൾ ഭാര്യയെ കൊണ്ട് പരീക്ഷണം. ഭാര്യ ഏറ്റവും ആക്ഷേപിച്ച എത്ര ആളുകൾ ആ ചരിത്രത്തിൽ. ഒന്ന് ഷെയ്ഖ് അഹമ്മദുൽ കബീർ റിഫായി. ആര് വീട്ടിൽ വന്നാലും ഭാര്യ ചീത്ത പറയും. ആരെ? അഹമ്മദുൽ കബീറിനെ. ലോകം കണ്ട മഹാനാണ് അഹമ്മദുൽ കബീർ. എന്നാൽ പെണ്ണുങ്ങളെ ചീത്തന്ന് ഒഴിവാവില്ല. അപ്പം എന്നോരും ചീത്ത പറയും. ഈ ജാതി ഒരു സാധനത്തിനെ കാണാമെന്ന്. മനസ്സിലാണ്ട് പറഞ്ഞത്. ചരിത്രത്തിൽ പല ആളുകളും അങ്ങനെയാണ്. എബ്രഹാം ലിങ്കനെ സ്ഥിരമായി ഭാര്യ ആക്ഷേപിച്ചിരുന്നു ചരിത്രത്തിലുണ്ട്. അമേരിക്കയുടെ ചരിത്രത്തിൽ ഒരു പ്രസിഡന്റ് എന്ന് പറയാവുന്ന ഒരു പ്രസിഡന്റ് ഉണ്ടെങ്കിൽ എബ്രഹാം ലിങ്കണാണ്. അയാൾക്ക് ഭാര്യയുടെ നാവെന്ന് ഒഴിവാക്കാൻ കഴിയില്ല. എപ്പോഴും ചീത്ത പറയും. ആരെ? ഭാര്യയാണ് ചീത്ത പറയും. മനസ്സിലായില്ലേ? ചരിത്രത്തിൽ എത്രയോ ആളുകൾ അങ്ങനെയാണ്. അപ്പൊ അതൊക്കെ നിന്റെ തഖ്ദീറാണ്. നീ അള്ളാഹുൽ തൃപ്തിപ്പെടണം. അങ്ങനെ ഇങ്ങനെ എന്ന് പറയരുത്. നീ അള്ളാഹുൽ തൃപ്തിപ്പെടണം. ഇപ്പൊ 10 കൊല്ലം കഴിഞ്ഞപ്പോൾ തന്നെ റഹീമിനെ പുറത്താക്കാൻ ആർക്ക് കഴിയുമായിരുന്നു? അള്ളാഹുവിന്. പക്ഷെ ചെയ്തില്ല. എന്തുകൊണ്ട്? അതെ, ദൈവം സത്യത്തെ കാണും, പക്ഷെ നേരം വൈകുന്നതാണ്. അത് ഇംഗ്ലീഷ് ആപ്തവാക്യമാണ്. പിന്നീട് നോവലായി വന്നിട്ടുണ്ട്. ഒരു അനുഭവ കഥയാണ് എൻ്റെ ഓർമ്മ. ഒരു ജയിലറുടെ അനുഭവ കഥയാണത്. അതെ 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 എനിക്കറിയാം. ഗോഡ് സീസ് ട്രൂത്ത് ബട്ട് വെയിറ്റ്സ്. ദൈവം സത്യത്തെ കാണുന്നു, പക്ഷേ കുറച്ചല്പം നേരം വൈകും. അതൊരു ഇംഗ്ലീഷ് ആപ്തവാക്യം. പിന്നീട് അത് ചെറുകഥയായി വന്നിട്ടുണ്ട്. ഒരു അനുഭവ കഥ. മനസ്സിലായി പറഞ്ഞത്? അങ്ങനെയല്ല. പടച്ചോൻ നേരെ വൈകി കാണല്ല. പടച്ചോൻ നേരത്തെ തന്നെ കണ്ടിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയാണ്. എന്തുകൊണ്ട്? സ്വർണത്തെ കൊണ്ടുപോയി തീയിലിട്ടാൽ പെട്ടെന്ന് എടുക്കാൻ പാടില്ല. പെട്ടെന്ന് ഇട്ടാൽ 916 ആവില്ല. ഓ പാവല്ലേ, എൻ്റെ സ്വർണ്ണല്ലേ, വേഗം എടുത്താലോ. എൻ്റെ പൊന്നല്ലേ, എൻ്റെ പൊന്നും കട്ടല്ലേ എന്നറിയാം. എന്ത് ചെയ്തു പറയടാ. ഒരാള് എന്ത് ചെയ്തു? ഒരാള്
ഗോൾഡ് സ്മിത്തിന്റെ കയ്യിൽ കൊണ്ടുപോയി അയാളെ സ്വർണം കൊടുത്തു. പിന്നെ പിറ്റേന്ന് ഞാൻ നോക്കുമ്പോൾ ഗോൾഡ് സ്മിത്ത് ഇയാൾ എന്ത് ചെയ്യാണ്? തീയിലിട്ടിരിക്കണം. അപ്പോൾ ഇയാൾ ദേഷ്യം വന്നു, എന്റെ പൊന്നും കട്ടല്ലേ എന്തായി? തീയിനെടുത്തു, 2 ചവിട്ടും കൊടുത്തു. ആരെ? ഈ ജാതി ഞാൻ എങ്ങനെ ഇടങ്ങാറാക്കി വാങ്ങിയ 2 ചവിട്ടും കൊടുത്തു ഗോൾഡ് സ്മിത്തിന്. എങ്കിൽ 20 കാരറ്റ് തന്നെ ആവില്ല, പിന്നെ 22 കാരറ്റ് അതാവൂല. എത്ര തീ കിടക്കണോ അത്രയും തങ്കാവും. 5-ാം കൊല്ലം ജയിലിന് പോയാൽ എത്ര തങ്കാവൂല, 10-ാം കൊല്ലം പോയാലും തങ്കാവൂല. എന്നെ പിന്നെന്തേ 25 ആകാതെ 20 എടുത്തു. നമുക്ക് 2 ഉണ്ടാകാൻ വേണ്ടി കയ്യും കാലും ഒക്കെ ഒടിഞ്ഞും കൊക്കി കുഴച്ചുകൊണ്ടാണ് വന്നതെങ്കിൽ പിന്നെ നമ്മൾ അപ്പടച്ചോനെയും കുറ്റം പറയും. അപ്പൊ ആരോഗ്യത്തിൽ തന്നെ തിരിച്ചു തരാനും ആർക്ക് കഴിയും? അതിനാണ് റഹീമിനെ ഈ ആരോഗ്യമുള്ള സമയത്ത് പുറത്താക്കിയെന്ന് മനസ്സിലാക്കിക്കളടാ ജാഹിലെ. 20 കല്ലോ ഒന്ന് തീ കിടക്കാണ്, തീയിന്നോ 916 മനസ്സിലായില്ലേ? ചിന്തിക്ക്. പറഞ്ഞു നിങ്ങൾക്ക് മനസ്സിലായോ? എത്ര കഷ്ടപ്പാടിലുണ്ടായാലോ അത്രയും അനുഭവങ്ങൾ കൂടും. ആ അനുഭവം നിന്നെ ഒരു മനുഷ്യനാക്കും. കിതാബ് പഠിച്ചവൻ നിരീശ്വരവാദിയാവും, അനുഭവജ്ഞാനി ഒരിക്കലും നിരീശ്വരവാദിയാവില്ല. അനുഭവജ്ഞാനി നിരീശ്വരവാദിയാവില്ല. കിതാബ് പഠിച്ചവൻ നിരീശ്വരവാദിയാവും, അനുഭവജ്ഞാനി ഒരിക്കലും ആവില്ല. മനസ്സിലായി? നീട്ടുന്നില്ല, ചിന്തിക്കണം, അവസാനിപ്പിക്കണം. ഒരാളും നിനക്കില്ല. അള്ളാഹുവാണേ നിനക്കാരുമില്ല. ആരല്ലാതെ? അള്ളാഹു അല്ലാതെ. والله ما لك غير الله من أحد فحسبك الله في كل لك الله. നിനക്ക് അല്ലാഹു മതിയാവും. നീ ആരെ ഉറപ്പിച്ചോ? ഇതാ ഏത് കാര്യത്തിലും അകപ്പെട്ടാലും അള്ളാഹുവിനെ ഉറപ്പിക്കുക. അള്ളാഹുവിനെ രക്ഷപ്പെടുത്തും, രക്ഷപ്പെടുത്തിയിരിക്കും. റഹീമിനെ രക്ഷപ്പെടുത്തിയത് നിങ്ങളെ കോരക്കാരുടെ കോടികളല്ല, ആരുടെ തഖ്ദീറാണ്? അല്ലാഹ്. ഉറപ്പ്. നിങ്ങൾക്ക് തോന്നുന്ന വർത്താനം പറയാ, നിങ്ങൾക്ക് ആളാകാം. നിങ്ങൾ ആളാകൽ മാത്രമാണ്. നിങ്ങളൊക്കെ ആരിടും. നിങ്ങൾ ഈ കോടികൾ കൊണ്ട് അമ്മാനാടുന്ന ഒരു മൂക്കുപ്പൊടി വലിച്ചിട്ട് തരിമൂക്ക് കയറിയാൽ അത് പുറത്തെടുക്കാൻ പറ്റിയ മുതലാളി ആരുടെ അവിടെ ഉള്ളത്? ആരല്ലാതെ? അല്ലാഹ്. 20 കൊല്ലം ഗൾഫിൽ പോയിട്ട് 20 കൊല്ലം കാല് ചീഞ്ഞൊലിച്ച ഒരാൾ, 20 കൊല്ലത്തിനടുത്ത് കാല് ചീഞ്ഞൊലിച്ച ഒരാൾ, ആട് മേക്കുന്ന ആളായിരുന്നു. പിന്നെ എന്തോ പറ്റി, പിന്നെ മരുന്ന് വെച്ചു, പിന്നെ എന്തൊക്കെയോ ചെയ്തു, പിന്നെ 20 കൊല്ലം ചീഞ്ഞൊലിച്ചു. അങ്ങനെ ചീഞ്ഞൊലിക്കും, അങ്ങനെ ചൊറിയും ചീഞ്ഞൊലിക്കും. ആലുവക്കാരനായ ഒരാൾ, അയാൾ എന്നോട് പറഞ്ഞു, അതൊക്കെ കഴിഞ്ഞു, ഞാൻ കേരളത്തിൽ വന്നു, നാട്ടിൽ വന്നു, കാല് ചീഞ്ഞൊലിച്ചുകൊണ്ട് തന്നെ. അങ്ങനെ ഒരു ദിവസം ഞാൻ രാവിലെ വെയിലത്തിരിക്കണം എന്ന് തോന്നി. ഈ വെയിൽ കായാൻ പൂതിയാണ് ഇങ്ങനത്തെ ആളുകൾക്കൊക്കെ. വെയിലത്തിരുന്നപ്പോൾ എൻ്റെ കാലിലൊന്ന് ചൊറിയണം തോന്നി. അങ്ങനെ ചൊറിഞ്ഞപ്പോൾ എനിക്ക് എന്തോ ഒരു കൈമ തട്ടിപ്പോയി. അപ്പോൾ തട്ടിയപ്പോൾ ഞാൻ ഒന്നും കൂടെ ഒന്നിങ്ങനെ അനക്കി. അപ്പോൾ എനിക്ക് മനസ്സിലായി അതെൻ്റെ ശരീരത്തിൽപ്പെട്ട സാധനമല്ല. കാരണം എൻ്റെ ശരീരത്തിന് ഇതിൻ്റെ അനുഭവം ഉണ്ടാവണില്ല. അപ്പോൾ എനിക്ക് മനസ്സിലായി ഇതെൻ്റെ ശരീരത്തിൽപ്പെട്ടൊരു സാധനം അല്ല. കുറച്ചും കൂടെ ഞാൻ അങ്ങോട്ടും ഇങ്ങോട്ടും ഇളക്കി. അപ്പം മനസ്സിലായി അതിലെല്ലാം. അപ്പോൾ ഞാൻ ശരിക്കും ഇളക്കിയപ്പോൾ പ്രയാസരഹിതമായി ആ എല്ലിൻ്റെ കഷ്ണം പുറത്തേക്ക് വന്നു. പിന്നെ എന്തോ ഓയിൻമെൻറ്റോ മറ്റോ വെച്ച് കെട്ടി 3 ദിവസം കൊണ്ട് മുറി ഉണങ്ങി. പിന്നെ ഉണ്ടായിട്ടില്ല. ഇപ്പം എന്താ സംഭവം? എന്താ? ആട് മേച്ച് നടന്നപ്പോൾ ഏതോ ഒരു മൃഗത്തിൻ്റെ വിഷാംശമുള്ള എല്ല് ഇയാളുടെ ഉള്ളിൽ കയറി. പലതും പറഞ്ഞു, പല മരുന്നും ചെയ്തു. സത്യത്തിൽ എന്താ ഈ എല്ലാം പോകണം. അത് 20 കൊല്ലത്തിനടുത്ത് കഴിഞ്ഞിട്ട് പോയത്. അത് തഖ്ദീറാണ്. മാറി ഒന്നുമില്ല, മാറി. ആര് മാറ്റി കൊടുത്തു? അല്ലാഹ്.
മനസ്സിലായില്ലേ? ചിന്തിക്ക് 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 ചിന്തിക്ക്, പേടിക്കണ്ട, ചിന്തിക്ക്. അള്ളാഹുവിനെ വിശ്വസിച്ചോ. അതുകൊണ്ടാണ് രാജാവിനെ കള്ളൊഴിച്ചു കൊടുത്തവൻ യൂസുഫെ ജയിലിൽ നിന്ന് വിട്ടുവാന്ന് പറഞ്ഞപ്പോൾ ഇല്ല, ഇനി ജയിലിൽ നിന്ന് പെട്ടെന്ന് പോരൂലാർന്നത്. ജയിലിൽ ചെന്ന അന്ന് യൂസുഫ് എന്താ പറഞ്ഞു? രാജാവിന് കള്ളൊഴിച്ചു കൊടുക്കാൻ പോകുന്ന ആളോട് പറഞ്ഞു, നീ രാജാവിൻ്റെ അടുത്തെത്തിയാൽ ഇങ്ങനത്തെ ഒരാൾ സാധുവായ മനുഷ്യൻ ജയിലിലുണ്ടെന്നൊന്ന് പറയണേ. 12 കൊല്ലം കഴിഞ്ഞിട്ട് പിന്നെ അയാൾ ഒരു ആവശ്യത്തിന് ഓടി വന്നു. യൂസുഫെ ഞങ്ങൾ ജയിലിൽ നിന്ന് വിട്ടിട്ട് ഉണ്ട് പറഞ്ഞു. പറ്റൂലായിരുന്നു, വരുന്നില്ല. നിസ്വാനുൽ മദീന, പട്ടണത്തിലെ പെണ്ണുങ്ങളെ പറ്റി തീരുമാനം ഉണ്ടാക്കണം, അല്ലെങ്കിൽ ഒരു ആ പെണ്ണുങ്ങൾ എന്നെ സ്വീപ്പുണ്ടാക്കിയോളൂ. അപ്പം രാജാവിനെ പെണ്ണുങ്ങളെ യോഗം വിളിച്ചു. ഒരു നല്ല മനുഷ്യനുണ്ട് ജയിലിൽ, അയാൾ വലിയ പണ്ഡിതനാണ്, അയാളെ കൊണ്ട് നമ്മുടെ നാട്ടിൽ വലിയ കാര്യമുണ്ട്. പക്ഷെ അയാൾ ജയിലിൽ നിന്ന് വിട്ടിട്ട് പോരുന്നില്ല. അയാൾ പറഞ്ഞു പെണ്ണുങ്ങളെ ഒതുക്കിയാലേ ഞാൻ വരുള്ളൂ എന്നാണ്. ഫഖാലത്ത് ഇമ്രാത്തുൽ അസീസ്, അപ്പോൾ അസീസിൻ്റെ ഭാര്യ, ധനകാര്യമന്ത്രി അസീസ്, അയാളെ ഭാര്യ പറഞ്ഞു, അൽ അന ഹസ് ഹസൽ ഹഖു, ഇപ്പോൾ സത്യം വെളിപ്പെടുകയാണ്. അന റാവത്തുഹു അൻ നഫ്സി, ഞാനാണ് പിന്നാലെ കൂടിയത്, അയാളല്ല. അയാൾ നിരപരാധിയാണ്. അപ്പോഴത്തിന് എത്ര കഴിഞ്ഞു? 12 കൊല്ലം. അപ്പോഴത്തിന് അനുഭവ സമ്പത്ത് വളർച്ചുണ്ടായി. ആർക്ക്? നബിക്ക്. നബിനെ അല്ലാഹു തആല എവിടേക്ക് പറഞ്ഞു വെച്ചാൽ നാട്ടുകാർ നന്നാക്കാൻ. എന്നിട്ട് പണി എവിടെയാ? ജയിലിൽ. പുറത്തിറങ്ങാൻ കഴിയൂല. നിങ്ങൾ എൻ്റെ കൂടെ എന്താ? അല്ല, അള്ള എന്ത് ചെയ്യണമല്ലോ, നാട്ടുകാരെ നന്നാക്കാൻ പറഞ്ഞയച്ച നബിയെ ഏറ്റവും ചുരുങ്ങി നാട്ടുകാരെ അടിക്ക് വിടണ്ടേ? അങ്ങായി നിങ്ങളിവിടെ സ്ഥലത്തുണ്ടോ? പറയടാ, എന്നാലല്ലേ ബയല് പറയാൻ പറ്റുള്ളൂ. ബയല് പറഞ്ഞാലല്ലേ പറയടാ നാട്ടുകാര് നന്നാവുള്ളൂ. അതിന് ബയലും കുല്ലൊന്നും ഇയാൾക്കില്ല. ഇയാളെവിടെയാണ്? അപ്പൊ പഠിച്ചപ്പോ എന്താ കാട്ടിയേ? ഇയാളെ റസൂലായി ജനങ്ങളടുത്തേക്ക് അയച്ചു. എന്നിട്ടോ ഇയാളെ പിടിച്ചിട്ട് പഠിച്ചോൻ ജയിലിലിട്ടു. ഒരു ആനക്കൊൽ ഇയാളെ എവിടേക്ക് പറഞ്ഞാ നാട്ടുകാരെ നന്നാക്കാൻ. ഇയാളെവിടെയാ? ജയിലിലാക്കിയാരാ? പഠിച്ചോന്റെ ഇടക്ക് തീരും. ഇയാളെ പഠിച്ചോനെ അയച്ചത് എവിടുക്ക? പറയടാ, ഇയാളെ പഠിച്ചോനെ അയച്ചത് എവിടുക്ക? നാട്ടുകാരെ നന്നാക്കാൻ. മനസ്സിലായില്ലേ? ഇയാളെവിടെയാ? ജയിൽ. വലിയ കൂറ്റൻ മതിലിന്റെ നടുവിൽ ജയിൽ. പുറത്തിറങ്ങാൻ യാതൊരു നിർവാഹവും ഇല്ല. ഒരു വയല് വരെ ഇയാൾക്ക് പറയാൻ നിർവാഹം ഇല്ല. അപ്പോൾ അയാൾ 12 കൊല്ലം ഒരു വയലും പറഞ്ഞിട്ടുമില്ല. അതുകൊണ്ട് ഇന്നും നമ്മൾ നന്നാവുന്നുണ്ട്. അയാൾ വയല് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ആരും നന്നാവില്ലായിരുന്നു. പുറത്തു പറയണ്ട. ഈ ലോകത്തെ എല്ലാവരെയും നന്നാക്കാൻ വേണ്ടി പറഞ്ഞയച്ച മനുഷ്യൻ കാന ഖലീലുൽ കലാം, കുറഞ്ഞ വാക്കുകൾ മാത്രമാണ് ജനങ്ങളോട് സംസാരിച്ചത്. വമാ അർസൽനാക ഇല്ലാ റഹ്മത്തൻ ലിൽ ആലമീൻ. അപ്പോൾ മുഖദ്ദിർ ആരാണ്? അല്ലാഹുവാണ്. പേടിക്കണ്ട, ഒന്നും പേടിക്കണ്ട. ചിലർ പറയും സിഹിർ ചെയ്തു എനിക്ക് ഈമാൻ കിട്ടാന്ന് മരിക്കും. എന്തിനാണ് ചോദിച്ചാറാണ്? ഇജ് അള്ളാൻ്റെ ആളാണെങ്കിൽ ഒരു സിഹിറിനോ ഒരു കണ്ണീറിനോ നിന്നെ ഒന്നും ചെയ്യാൻ ഒരിക്കലും കഴിയില്ല, ഒരിക്കലും കഴിയില്ല. നീയായാൽ മതി. എല്ലാ കാലിലും എല്ലാ മണ്ണിലും കാലോർക്കൂല. കുത്തുകൂടെ ഇജൺ വീണു. എന്തേ അങ്ങനെയല്ലേ? ചവിട്ടിയോൺ വീഴും. എൻ്റെ ചവിട്ടിയോൻ വീഴുന്ന മണ്ണില്ലേ? ഒന്ന് പറയട, ചവിട്ടിയോൻ വീഴുന്ന മണ്ണുണ്ടോ ഇല്ലേ? അങ്ങനത്തെ മണ്ണായ പോരെ. മണ്ണല്ലേ മനുഷ്യൻ? ആ മണ്ണാണ്. ചില മണ്ണൊന്നും സ്വീകരിക്കൂല. ആര് കുടിക്കാനും ഓനോട് വിടും. ആ മണ്ണിനെ ചവിട്ടാൻ ഒരാൾ പോയാൽ ഓരോ ചവിട്ടേ ഓർമ്മയുള്ളൂ, പിന്നെ തല കുത്തി വീണു. എന്ത്? ആ മണ്ണിനെ ചവിട്ടാൻ ഒരാൾക്ക് കഴിയില്ല. അങ്ങനെ ആവില്ല, അങ്ങനെ ആവുമല്ലോ. മനസ്സിലായോ പറഞ്ഞ്? ഈ പിടിക്കണ്ട. ഈ ആരാളാണെങ്കിൽ അല്ലോ ഏത് പരീക്ഷണം ഉണ്ടായാൽ അല്ലാഹുവിനെ ഉറപ്പിക്കാം. അവനെ കൊണ്ട് തൃപ്തിപ്പെടുക. അല്ലാഹു മതി, എന്തിനും അല്ലാഹു മതി. അല്ലാഹു നമുക്ക് അല്ലാഹുവിൽ ബോധ്യമുള്ള അടിമകളിൽ ഉൾപ്പെടുത്തി തരട്ടെ. അല്ലാഹു നമുക്ക് ബോധ്യമുള്ളവരിൽ, അല്ലാഹുവിനെ ബോധ്യമുള്ളവരിൽ അല്ലാഹു നമ്മളെ ചേർത്ത് തരട്ടെ. അല്ലാഹു നമുക്ക് ബോധ്യം തരട്ടെ. നമ്മൾ ചിന്തിക്കണം. ഞാൻ ഇതൊക്കെ പറയാനുള്ള കാരണമുണ്ട്. ഞാൻ പറഞ്ഞില്ലേ ഇതൊക്കെ? ഞാൻ സിനിമാക്കാരൻ്റെ ആത്മകഥ വായിച്ച് അന്തം വിട്ടുപോയി. 8ാം ക്ലാസ് തോറ്റ ഒരു സിനിമാക്കാരൻ്റെ ആത്മകഥ വായിച്ച് അന്തം വിട്ടുപോയി. എന്തുകൊണ്ട്? എന്താ കാരണം? അനുഭവ സമ്പത്ത്.
ഒരു മനുഷ്യനെ നന്നാക്കുന്നത് അനുഭവ സമ്പത്താണ്. ഇന്ന് നമുക്ക് അനുഭവം എന്നൊരു സംഗതി ഇല്ല, ഒരനുഭവമില്ല, അനുഭവ സമ്പത്ത്. അപ്പോൾ ജയിലിൽ കിടന്ന മനുഷ്യന് അനുഭവ സമ്പത്ത് ഉണ്ടാവും. ഫഅസാ അൻ തക്റഹു ശൈഅൻ വയജഅലല്ലാഹു ഫീഹി ഖൈറൻ കസീറ. ഒരായത്ത്. ഇനി വേറൊരായത്ത്, വഅസാ അൻ തക്റഹു ശൈഅൻ വഹുവ ഖൈറുൻ ലക്കും വഅസാ അൻ തുഹിബ്ബു ശൈഅൻ വഹുവ ശർറുൻ ലക്കും വല്ലാഹു യഅലമു വഅൻതും ലാ തഅലമൂൻ. ഏതാ സൂറത്ത്? ഇവിടെ വേറെ ശൈലി. ഫഅസാ അൻ തക്റഹു ശൈഅൻ വയജഅലല്ലാഹു ഫീഹി ഖൈറൻ കസീറ. നിസാ. ഇനി കേട്ടോ, വഅസാ അൻ തക്റഹു ശൈഅൻ വഹുവ ഖൈറുൻ ലക്കും വഅസാ അൻ തുഹിബ്ബു ശൈഅൻ വഹുവ ശർറുൻ ലക്കും വല്ലാഹു യഅലമു വഅൻതും ലാ തഅലമൂൻ. ഏതാ സൂറത്ത്? ഏതാ സൂറത്ത്? പറ, ഉറക്കെ പറ. അൽ ബഖറ. അൽ ബഖറ. വഅസാ അൻ തക്റഹു ശൈഅൻ വഹുവ ഖൈറുൻ ലക്കും. ചിലത് നിങ്ങൾ ഒഴിവാക്കും, ചിലത് നിങ്ങൾ ഒഴിവാക്കും. വഹുവ ഖൈറുൻ ലക്കും, അതായിരിക്കും നിങ്ങൾക്ക് ഖൈർ. വഅസാ അൻ തുഹിബ്ബു ശൈഅൻ വഹുവ ശർറുൻ ലക്കും. ചിലപ്പോൾ അത് കിട്ടണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കും, അത് കിട്ടാൻ വേണ്ടി നിങ്ങൾ പടാപ്പാട് ചെയ്യും, പിന്നെ അത് നിങ്ങൾക്ക് ഷർറായി മാറിയതായി നിങ്ങൾക്ക് ബോധ്യപ്പെടും. വല്ലാഹു യഅലമു, അല്ലാഹു അറിയുന്നു, വഅൻതും ലാ തഅലമൂൻ, നിങ്ങളോ അറിയുന്നില്ല. വല്ലാഹു യഅലമു, അല്ലാഹു അറിയുന്നു, വഅൻതും ലാ തഅലമൂൻ, നിങ്ങളോ, നിങ്ങൾക്കൊന്നും, അല്ലാഹു എല്ലാം അറിയും, നിങ്ങൾക്കൊന്നും അറിയൂല. അള്ളാഹു പൊരുത്തപ്പെട്ടവരെ നമ്മളെ ചേർത്തേറ്റ്. ഇപ്പോഴും നമ്മൾ പറഞ്ഞിട്ടില്ല. എത്ര ക്ലാസ് കഴിഞ്ഞു? അകപ്പെട്ടവരെ കുറിച്ച് ചർച്ച എത്ര ക്ലാസ് കഴിഞ്ഞു? എത്ര? 3 4? 4 4 4 4 4അല്ലേ? 4 ഉണ്ട്. അടുത്ത ക്ലാസ്സിൽ ചിലപ്പോൾ പറയും. അകപ്പെട്ടവർ ഇപ്പോഴും പറഞ്ഞിട്ടില്ല. ആരാണ് അകപ്പെട്ടവർ എന്ന് ഞാൻ പറയും. ഇതൊന്നും കടം കൂടൽ അകപ്പെടലല്ല, രോഗം അധികരിക്കൽ അകപ്പെടൽ അല്ല, ഒരിക്കലും അകപ്പെടലല്ല, അന്ന് അകപ്പെടലല്ല. നാട്ടുകാർ വെറുക്കൽ അകപ്പെടലല്ല. അമ്പിയാക്കളൊക്കെ നാട്ടുകാർ വെറുത്തിട്ടില്ലേ? അൽ അമീൻ എന്ന് പറഞ്ഞ മനുഷ്യനെയല്ലേ ജനങ്ങൾ ഏറ്റവും വലിയ ഭ്രാന്തൻ എന്ന് പറഞ്ഞത്? നിങ്ങളെ ഈ ഇരിക്കുന്ന ആരെങ്കിലും നിങ്ങളെ നാട്ടുകാർ ഭ്രാന്തൻ എന്ന് പറഞ്ഞിട്ടുണ്ടോ? എൻ്റെ ആളെവിടെ? പറേ. വളാഞ്ചേരി. എന്തെങ്കിലും വളാഞ്ചേരിക്കാർ എൻ്റെ പേരെന്താ? ഷാഫി പിരാന്തനാന്ന് പറഞ്ഞിട്ടുണ്ടോ? പറയടാ. ഇല്ല. എൻ്റെ പേര് അൻപത്. നാടെ എവിടെ? എവിടെ? പത്തപ്പിരിയോ. എൻ്റെ നാട്ടുകാരെ പറ്റി പിരാന്താന്ന് പറഞ്ഞിട്ടുണ്ടോ? ഇല്ല. സലാം. നാട് പാണക്കാട്. എന്നെങ്കിലും പാണക്കാട്ടുകാർ സലാമിനെ പറ്റി പിരാന്താന്ന് പറഞ്ഞിട്ടുണ്ടോ? പറ. ഇല്ല. പേര് പറയും. ഷംസുദ്ദീൻ. അല്ല പേര് എക്കപ്പറമ്പല്ലേ? കീശേരി. എന്നെങ്കിലും കീശേരിക്കാർ നിങ്ങളെ പറ്റി ഷംസുദ്ദീൻ പിരാന്തനാന്ന് പറഞ്ഞിട്ടുണ്ടോ? ഇല്ല. എന്നാൽ ഒരു മനുഷ്യനെ പറ്റി സ്വന്തം നാട്ടുകാർ പിരാന്തൻ പറഞ്ഞിട്ടുണ്ട്. അതാണ് മുഹമ്മദ്. എന്തും കേൾക്കാം, പിരാന്തെന്ന് കേൾക്കാൻ കഴിയില്ല, അത് സൈക്കൂല. പിരാന്തൻ എന്തും കേൾക്കാം. അവന് പനിയാണ്, അവന് തലവേദന ഒക്കെ കേൾക്കാം, അവന് പള്ളവേദനയാണ്, അവന് പെണ്ണുങ്ങൾ പോയി ഒക്കെ കേൾക്കാം. ഓന് പിരാന്താണെന്ന് പറഞ്ഞാൽ ഒരു മനുഷ്യൻ അടുത്തേക്ക് വരില്ല. അമ്പിയാക്കൾക്ക് ഒരാൾക്കും ഉണ്ടാകാത്ത രോഗമാണ് എന്ത്? പറടോ. ഒരു നബിയും ഭ്രാന്തനല്ല എന്ന് മുഹമ്മദ് മുസ്തഫ. ലോക ചരിത്രത്തിൽ ഒരു നബിക്ക് ഭ്രാന്ത് ഉണ്ടായിട്ടില്ല. ഒരു നബിയുടെ ഭാര്യ വ്യഭിചരിച്ചിട്ടുമില്ല, ഒരു നബിക്ക് ഭ്രാന്ത് ഉണ്ടായിട്ടുമില്ല എന്ന് മുഹമ്മദ് മുസ്തഫ. ഒരു നബിയുടെ ഭാര്യ വ്യഭിചരിച്ചിട്ടുമില്ല, ഒരു നബിക്ക് ഭ്രാന്ത് ഉണ്ടായിട്ടും ഇല്ല എന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. എന്നാൽ അതേ നബിമാരെ പറ്റി ചരിത്രം എന്ത് പറഞ്ഞു? ഭ്രാന്തൻ. ഇനി ഇതിനെപ്പറ്റി മോശപ്പെട്ട വാക്കെന്താ? എന്താ കേൾക്കണ്ട്? അത്രയും നമ്മൾ നാട്ടുകാർ പറഞ്ഞിട്ടില്ലല്ലോ. അപ്പോൾ ഒരു സ്വന്തം നാട്ടിൽ നിന്ന് ഏറ്റവും വിഷമുള്ള അനുഭവം ഉണ്ടായവരാണ് ആര്? അമ്പിയാക്കന്മാർ. എന്നിട്ട് എന്തൊരു പറ്റി? അപ്പം എന്നെപ്പറ്റി അൻവറേജ് നല്ല മനുഷ്യനാണെന്ന് പറയുന്നുണ്ടോ? ഉറപ്പിച്ചു പോയത്തക്കാരനാണ്. ഓൾക്ക് പറ്റിയത് പറഞ്ഞും ചെയ്തു നടക്കണോണ്ടാണ്. എന്ത്? വൈകുന്നേരം പത്തപ്പിരിയത്തെ അങ്ങാടിയിലെ എന്താ പറയുക, ഈവനിങ് സ്നാക്സും ചായയും ഇജ്ജ് വാങ്ങിക്കൊടുക്കണ കാലത്തോളം ഓൾക്ക് പറ്റിയത് പറയുന്നത് ഇജ്ജ് മൂളും. എനിക്ക് ആ ചായ കുടിച്ച് കഴിയുന്നവരെ ഇജ്ജ് പറയുന്നത് അവരും മൂളുമെങ്കിൽ ഉറപ്പിച്ചോ ഇജ്ജ് ആരാ? പറയടാ. പോയത്തക്കാരൻ. ഇജ്ജ് പറയേണ്ട വർത്താനാണ് പറഞ്ഞാൽ എൻ്റെ ചായക്ക് വരെ ഒരാൾ ചായക്ക് വേണ്ട, പക്ഷെ എൻ്റെ വേണ്ട, അങ്ങനെ എന്നോട് തന്നെ പറയും. ചായക്ക് വേണമെന്നുണ്ട് കുട്ടിയെ, പക്ഷെ നിങ്ങളെ ചായ വേണ്ട. എന്നോട് പറയും. ഇജ്ജ് പറയേണ്ട വർത്താനം പറയണം. ഇജ്ജ് പറഞ്ഞിട്ടില്ലെങ്കിൽ ഇജ്ജ് ഉറപ്പിച്ചോ ഇജ്ജ് അള്ളാൻ്റെ ആളല്ല. ഞാൻ എന്നെ കുറ്റം പറയല്ല.
ഞാനും ഇജ്ജും അള്ളാൻ്റെ ആളാണെങ്കിൽ ഈ മനുഷ്യർ, ഈ ശാക്കിരീങ്ങളല്ലാത്ത ജനങ്ങൾ നമ്മളെ തിരസ്കരിക്കാൻ തയ്യാറാകണം. കുറച്ചെങ്കിലും മനസ്സിലായില്ലേ? ചിന്തിക്ക്. ലോകം കണ്ട ഏറ്റവും വലിയ മഹാനെ ലോകം പറഞ്ഞ ഭ്രാന്തണ്ണ സല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പോൾ പേടിക്കണ്ട, നിനക്കൊന്നും സംഭവിക്കില്ല. അള്ളാഹു നമുക്ക് ബോധം തരട്ടെ. അള്ളാഹു നമ്മളെ മുത്തഖീങ്ങളിലും സ്വാലിഹീങ്ങളിലും ചേർത്ത് തരട്ടെ. എല്ലാ പ്രയാസങ്ങളിൽ നിന്നും അള്ളാഹു നമ്മളെ രക്ഷപ്പെടുത്തി തരട്ടെ. ചിന്തിക്കാൻ വേണ്ടി ഇത് 349 ആഴ്ചയാണ്. അടുത്ത ആഴ്ച 350. മജ്ലിസിലൊക്കെ ലഡു കൊടുക്കാൻ ആരാ? 350 ഒരു കണക്കാണല്ലോ. ആരാ മജ്ലിസിൽ വരുന്നവർക്കൊക്കെ 350 പ്രമാണിച്ച് ലഡു കൊടുക്കാം. ആരാ കൊടുക്കുക? അതെ, അൻവർ ഏറ്റു. ഇനി വേറെ ആൾക്ക് ആരെ കൊടുക്കണമെങ്കിൽ അങ്ങനെയും കൊടുക്കാം. ഒരു കണക്കല്ലേ 350. 2019 മാർച്ചിൽ തുടങ്ങിയതാ, ഇത് 2026 എല്ലാ വെള്ളിയാഴ്ചയും ഇൻഷാ അല്ലാഹ്. ഒരാൾ പോലും ഇല്ലാത്ത വെള്ളിയാഴ്ചയും കടന്നുപോയി. കൊറോണക്കാലം ആരുമില്ല, ഞാനും ക്യാമറാമാൻ മാത്രം. അങ്ങനെയും കഴിഞ്ഞുപോയി. ഇത് 349 ഇന്ന്. അടുത്ത വെള്ളിയാഴ്ച ഇൻഷാ അല്ലാഹ് 350. അള്ളാഹു ഇതൊക്കെ അള്ളാഹിനെ പറ്റിയുള്ള ഒരാളെ പറ്റിയും പറയില്ല. അള്ളാഹിൻ്റെ വലിപ്പത്തരം. അടുത്ത ആഴ്ച മുഹറം 10 മുഹറം 10 അള്ളാഹ് നല്ലത്. അടുത്ത ആഴ്ച മുഹറം 10 അങ്ങനെയാണ്. ആയിക്കോട്ടെ, കാരക്കും നോമ്പുണ്ടാവും. നോമ്പ് നിങ്ങൾ അപ്പം തന്നെ കാരക്ക തിന്നണമെന്നും ഇവിടെ വാജിബില്ല. ആയിക്കോട്ടെ ഇൻഷാ അല്ലാഹ്. ഇലാ ഹളറത്തിൽ എല്ലാവരും അടുത്ത ആഴ്ച വരിക. ലഡു കൊണ്ടുവരിക, കാരക്ക കൊണ്ടുവരിക. ലഡു ഒരാളെ ഏറ്റിട്ടുണ്ട്, ഇനി വേറുള്ളവർക്കും കൊണ്ടുവരിക. കാരക്ക കൊണ്ടുവരിക, കുട്ടികൾക്കൊക്കെ കൊണ്ടുവരിക. മുഹറം 10 ലീവാണ്. അള്ളാഹിനെ പറ്റി 350 നമുക്ക് ചേർത്ത് അള്ളാഹിനോട് തന്നെ പറയാം. അള്ളാഹിനോട് കയ്യൊന്തിക്കുക. ഇതിനേക്കാൾ ശക്തിയുള്ള ഒരു കാര്യമില്ല. അദ്ദുആഉ സിലാഹുൽ മുഅ്മിനി. മുഅ്മിനായ മനുഷ്യൻ്റെ ഏറ്റവും വലിയ ആയുധം ദുആയാണെന്ന് മുഹമ്മദ് മുസ്തഫ. എന്താ പറഞ്ഞത്? അദ്ദുആഉ സിലാഹുൽ മുഅ്മിനി. മുഅ്മിനായ മനുഷ്യൻ്റെ ഏറ്റവും വലിയ ആയുധം ദുആയാണ്, പ്രാർത്ഥനയാണ്. അള്ളാഹു പ്രാർത്ഥന കൊണ്ട് രക്ഷപ്പെടുന്നവരിൽ നമ്മളെ ചേർത്ത് തരട്ടെ. ഇലാ ഹദ്റത്തിൽ മുസ്തഫ മുഹമ്മദിൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അൽ ഫാത്തിഹ.